അതൊരു ആശ്വാസമാവും. ഇനി അതങ്ങനെ പോട്ടെ. എന്തോ ഞാൻ ഇന്ദുവിനെ പിക്ക് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് വരുന്നത് നിർത്തി. നിനക്കൊന്നും തോന്നരുത്. എനിക്കെന്ത് തോന്നാൻ? പെട്ടെന്ന് എന്തേലും ഷെയർ ചെയ്യണമെന്ന് തോന്നിയാലും ഞാനിനി സത്യേട്ടനെ വിളിക്കില്ല. നമ്മള് കാരണം ആരും വിഷമിക്കാൻ പാടില്ലല്ലോ. എന്നുവെച്ച് ഓഫീസിൽ വരാതിരിക്കരുത്. നാളെ ഈ കമ്പനി നയിക്കേണ്ടയാളാ. ആര് നയിക്കൂന്നൊക്കെ നമുക്ക് ഭാവിയിൽ കാണാം. എന്നെ ഇപ്പോ എന്റെ അമ്മ വിളിച്ചിരുന്നു. എന്തിന്? സുശീല ആന്റിയുടെ പുതിയ റൂട്ടിനെ കുറിച്ചൊരു സൂചന തരാനാ വിളിച്ചെ. വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. സുശീല ആന്റി ഇന്ദ്രേട്ടനെ പുതിയ കല്യാണം ആലോചിക്കുന്നുണ്ടല്ലേ? അമ്മ അങ്ങനെ പല ആലോചനകളും നടത്തും. അതൊന്നും ഇന്ദ്രേട്ടൻ അംഗീകരിക്കില്ലെന്ന് മാത്രം. ഇന്ദ്രേട്ടൻ അനുചേച്ചിയെ ഡിവോഴ്സ് ചെയ്യാന്ന് സമ്മതിച്ചല്ലേ? അത് അമ്മയുടെ ഏട്ടൻ സമ്മതിച്ച് കാണും. പക്ഷെ അവര് ഡിവോഴ്സ് ആയില്ലല്ലോ. പക്ഷേ ഇത്രയും കാര്യങ്ങൾ സുശീല ആന്റി എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. സത്യേട്ടന്റെ അമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് സത്യേട്ടൻ ഒന്ന് ഊഹിച്ചു നോക്കി. മാഷിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ ഇപ്പോ തിരിച്ചു തന്നിരിക്കുക. എന്താ സച്ചി ഇത്? ഗോകുൽ ജയിലിലേക്ക് പോയത് എനിക്കും കൂടി വേണ്ടിയാ. അത് സച്ചിക്കും സാവിത്രിക്കും അറിയാലോ. എന്നിട്ടും എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്റെ മുമ്പിലിരുന്ന് കരയുന്നത്? സത്യം പറഞ്ഞാ എനിക്കിത് സഹിക്കാനേ പറ്റുന്നില്ല. സാവിത്രി കരയല്ലേ. മാഷിനെ വെറുതെ വിഷമിപ്പിക്കല്ലേ. നീ കണ്ണു കൊടുക്കേ. മാഷേ, ഈ കണ്ണീര് സന്തോഷത്തിന്റെ. മാഷിനൊന്നും തോന്നരുത്. 2 ദിവസമെങ്കിലും കഴിയുമ്പോ ഞങ്ങളുടെ മകൻ ഞങ്ങളുടെ മുമ്പിൽ എത്തുമല്ലോ മാഷ്. അതിന് മാഷിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മതി സാവിത്രി, ഇനി നിങ്ങൾ എന്നോടൊന്നും പറയണ്ട. ഞാൻ എന്റെ കടമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്തെല്ലാം വരട്ടെ. അമ്മ വന്നതിന് ശേഷം എനിക്കും ചിലതൊക്കെ ചെയ്യാനുണ്ട്. എന്റെ മഞ്ചാടി മോള് ഈ കുടുംബത്തിൽ ഒരാളാവണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആഗ്രഹിച്ചിരുന്നതാ. അത് നടന്നില്ല. ഇനിയോട്ടത് നടക്കേയില്ല. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇവിടെ നടക്കണം. ഗോകുലിന് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതിന് ഞാൻ മുമ്പിലുണ്ടാവും. എന്റെ ആഗ്രഹം അതാ മാഷെ. അവനെ കൊണ്ട് എത്രയും വേഗം ഒരു കല്യാണം കഴിപ്പിക്കണം. മാഷ് തന്നെ അവന് വേണ്ടി ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ വേണം. മാഷ് പറയുന്ന ഏത് പെൺകുട്ടിയെ അവൻ കല്യാണം കഴിക്കും. ഞങ്ങൾക്കും അത് തന്നെ സന്തോഷം. ഗോകുലിന്റെ ഇഷ്ടത്തിന് ചേർന്നൊരു പെൺകുട്ടിയെ അവൻ തന്നെ കണ്ടുപിടിക്കും സച്ചി. അതിനിടയില് നമ്മൾ അന്വേഷിക്കേണ്ടത് ഇന്ദുമോൾക്ക് പറ്റിയൊരു പയ്യനെ. അവള് നല്ലൊരു കുടുംബത്തിലേക്ക് പോയാലേ നിങ്ങൾക്ക് പഴയ സന്തോഷവും സമാധാനവും തിരിച്ചു കിട്ടും. ഇന്ദുവിന് വേണ്ടി പയ്യനെ അന്വേഷിക്കാനെന്ന് പറഞ്ഞ് സുശീല ഇവിടെ വന്നിരുന്നു. സത്യന് ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവര് കൂടെ കൂടെ ഇവിടെ വരും. അങ്ങനെ വന്നപ്പോ പറഞ്ഞതാ. ആ സ്ത്രീയുടെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. അവരെ നിങ്ങൾക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. അതിൽ ഞാനായിട്ടൊരു അഭിപ്രായം പറയാൻ നിൽക്കുന്നില്ല. ഞാനിത് മാഷിനോട് പറയാൻ കാരണം ആ സ്ത്രീയുടെ വളഞ്ഞ ബുദ്ധി ഒന്ന് തുറന്നു കാട്ടാൻ വേണ്ടിയാ. പിന്നെ ഇന്ദ്രന്റെ കാര്യത്തിൽ മാഷും അനുപമയൊന്ന് ശ്രദ്ധിക്കണം. ഇന്ദ്രനെ അനുപമയെന്ന് പിരിച്ച് അവനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കാൻ ആ സ്ത്രീയുടെ പ്ലാൻ.
അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ സച്ചി. ഇന്ദ്രൻ അനുപമയെ ഉപേക്ഷിച്ച അവൻ ബ്രഹ്മചാരിയായി ജീവിക്കണമെന്നൊന്നുമില്ലല്ലോ. അതുപോലെ അനുപമയുമായി പിരിയുകയാണെങ്കിൽ അനുപമയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് ഒരു അച്ഛനെന്ന നിലയ്ക്ക് ഞാനും ആഗ്രഹിച്ചേക്കാം. പിന്നെ സച്ചി, ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞാൻ ഗോകുലിന്റെ കാര്യത്തിൽ ഇടപെട്ടത് ആ സ്ത്രീ അറിയരുത്. അത് വേറൊരു രീതിയിൽ സുശീല മഞ്ചാടിയുടെ കാതിലെങ്ങാനും എത്തിച്ചാൽ എന്റെ മകള് എന്നെ വെറുക്കും. അപ്പൊ ശരി സച്ചി, ഞാനങ്ങോട്ട് ഇറങ്ങാം. ആ ഗോകുല് തിരിച്ചു വന്നതിന് ശേഷം ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാം. അല്ല, മാഷെങ്ങോട്ടാ പോകുന്നേ? ഞാൻ വേണേ കൊണ്ടുവിടാം, അല്ലെങ്കിൽ ഞാൻ വണ്ടി വിടാം. ഡ്രൈവർ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട സച്ചി, കുഴപ്പമില്ല. പറ്റാവുന്ന കാലത്തോളം തനിച്ച് തന്നെ ഓരോ ലക്ഷ്യത്തിലും എത്തിച്ചേരണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ പൊയ്ക്കൊള്ളാം സച്ചി. പോയിട്ട് വരാം സൗത്ത്. ആരുടെയും മുമ്പിൽ നമ്മുടെ അമ്മ തോക്കുന്നത് എനിക്കിഷ്ടമല്ല സത്യ. അത് ഞാൻ അനുവദിക്കുകയില്ല. അമ്മയെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷേ എൻ്റെ ജീവിതം എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടാ. അനുപമയും മോനെ നഷ്ടപ്പെടുന്നതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിന് ഇന്ദ്രന് കഴിയുമായിരുന്നെങ്കിൽ അവരെന്നേ എൻ്റെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോവായിരുന്നു. അനുവും വിച്ചുമോനും ഇപ്പോഴും നമ്മുടെ കണ്ണത്തും ദൂരത്ത് തന്നെ ഇല്ലേ? അതെൻ്റെ മനസ്സാ. അവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ദ്രൻ ഒരു നേട്ടത്തിൻ്റെ പുറകെ പോവില്ല, അതുറപ്പാ. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി എന്ത് നഷ്ടവും സഹിക്കാൻ തയ്യാറുള്ളയാള് അമ്മയുടെ പുതിയ തീരുമാനത്തിന് വഴങ്ങില്ലെന്ന് എന്താ ഉറപ്പ്?